ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇപ്പോൾ കുറച്ച് നാളിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ കാരണം കുറേ സിനിമകൾ കാണാൻ പറ്റിയില്ല. അപ്പം ക്രിസ്മസ് റിലീസായിട്ട് മോഹൻലാലിൻ്റെ വൃഷഭ അതേപോലെ സർവമായ റിലീസായിരിക്കുകയാണ്. അപ്പോൾ സർവമായയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. സർവമായ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അഖിൽ സത്യൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. അതായത് ഒരു ഫീൽ ഗുഡ് ഹൊറർ കോമഡി ബ്ലെൻഡഡ് മൂവിയാണ് സർവമായ. ഇതിൽ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ നിവിൻ പോളി, അജു വർഗീസ്. ഇവരുടെ കോംബോ കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ആൻഡ് പിന്നെ എടുത്ത് പറയേണ്ടത് മധു വാര്യർ, അതേപോലെ റിയ ഷിബു. ഇതിലെ പ്രധാന കഥാപാത്രം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് റിയ ഷിബു. ഇതിലൊക്കെ നമുക്ക് ക്യാരക്ടേഴ്സിനെ പറ്റി വരാം. പിന്നെ ജനാർദ്ദനൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി, അതായത് നമ്മളെന്താ പറയുക, നമ്മുടെ പഴയ മലയാള സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമീണതയും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു സന്തോഷം, ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം കൊണ്ടുവരിക, സിനിമ തീരുന്നവരെ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട്. നമ്മുടെ ഇപ്പോൾ പഴയ മോഹൻലാൽ സിനിമകൾ, അതായത് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ, അല്ലെങ്കിൽ മോഹൻലാൽ പ്രിയദർശൻ, മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിലൊക്കെ പറഞ്ഞ സിനിമകളിൽ മോഹൻലാലിൻ്റേതായ ഒരു ചിരിയുണ്ട്. അതായത് ആ ചിരി കാണുമ്പോൾ തന്നെ നമ്മളെല്ലാം വിളക്ക് കത്തിച്ച് വെച്ച പോലെ, അല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ചിരി ഈ സിനിമയിലുടനീളം നമ്മുടെ ഓഡിയൻസിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ നിവിൻ പോളിക്ക് വളരെ നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. കാരണം നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടർ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പഴയ ആ ഒരു മോഹൻലാലിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ക്യൂട്ട്നെസ് നിറഞ്ഞ അല്ലെങ്കിൽ നിഷ്കളങ്കതയുള്ള ഒരു ചിരി നിവിൻ പോളിയിലുണ്ട്. അത് ഈ സിനിമയിലൂടെ കാണാൻ പറ്റി. പിന്നെ ഞാൻ ഈ റീസെൻ്റായിട്ട് നിവിൻ പോളിയുടെ ഫാർമ എന്ന് പറയുന്ന നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ വന്ന ഒരു സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ മറ്റേ നമ്മുടെ വീണ നന്ദകുമാർ പറയുന്നുണ്ട്, നീ കംബാക്ക് സ്റ്റാർ അല്ലേടാ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതാണ് നിവിൻ പോളിയുടെ ഒരു കംബാക്കാണ് ഈ സിനിമ. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കുറേ നാളുകളായിട്ട് നിവിൻ പോളിയുടെ സിനിമകൾ ബോക്സ് ഓഫീസിൽ നിരന്തരം പരാജയമായിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കംഫർട്ട് സോൺ, അതായത് ഇങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഒരു നാടൻ സിനിമ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് സർവമായയിലൂടെ, അല്ലെങ്കിൽ അഖിൽ സത്യൻ്റെ എഴുത്തിലൂടെ, അഖിൽ സത്യൻ്റെ ഡയറക്ഷനിലൂടെ. പിന്നീട് എടുത്ത് പറയേണ്ടത് ഈ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ജസ്റ്റിനാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ജസ്റ്റിൻ പ്രഭാകരൻ വളരെ നല്ല രീതിയിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതായത് സിനിമ ത്രൂ ഔട്ട് ഇതിൻ്റെ മ്യൂസിക് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഉള്ളിലൊരു ചിരി കൊണ്ടുവരിക, ലൈറ്റ് ഹ്യൂമർ പരിപാടിയാണ്. ഭയങ്കര പൊട്ടിച്ചിരിക്കാനുള്ള കോമഡികളോ അല്ലെങ്കിൽ ഭയങ്കരമായ പുതിയ കോമഡീസോ ഒന്നുമല്ല. നമ്മൾ കേട്ട് പഴകിയിട്ടുള്ള നമ്മുടെ നാട്ടും പുറത്ത് നമ്മളെ സംഭാഷണങ്ങളിൽ വരുന്ന നർമ്മം കലർന്ന കുറേ സംഭാഷണങ്ങൾ അത് അതേപടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അത് കഥകളിൽ, അതായത് അഖിൽ സത്യൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സത്യനന്ദിക്കാട് സിനിമകളിലെ കഥകളിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ ഉണ്ട്. പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടറൊക്കെ ഈസിലി പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷേ എന്നെങ്കിൽ പോലും നമുക്കുള്ളിലൊരു സ്ഥിതി കൊണ്ടുവന്ന്, നന്മ കൊണ്ടുവന്ന് നമ്മളെ സന്തോഷിപ്പിക്കുക. അത് യാതൊരുവിധ ഒരു പ്രേക്ഷകൻ ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ നിന്ന് ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് കണ്ണടയ്ക്കാനോ അല്ലെങ്കിൽ അവർക്ക് കുട്ടികളുടെ കംഫർട്ട് നോക്കി കുട്ടികളുടെ അടുത്ത് ഒന്ന് ഒഴിവാക്കാൻ അല്ലെങ്കിൽ കുട്ടികൾ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സീനുകൾ അങ്ങനത്തെ ഒന്നും ഈ സിനിമയിലില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇതൊന്നും ഇല്ലാതെ, ഇപ്പോൾ ഒരു കള്ളുകൂടി അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് മയക്കുമരുന്ന്, ലഹരി, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെയും സിനിമ ചെയ്ത് ആളുകളെ, പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള സിനിമയാണിത്. യാതൊരുവിധ നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഡയലോഗുകളോ ഒന്നുമില്ലാതെ സിമ്പിൾ ഡയലോഗുകൾ ഉപയോഗിച്ച് ഒരു സിമ്പിൾ നാട്ടുംപുറത്ത് നടക്കുന്ന രീതിയിലൊരു കഥ സെറ്റ് ചെയ്ത്, ഒരു മീറ്റർ സെറ്റ് ചെയ്ത് സിനിമ ത്രൂ ഔട്ട് കൊണ്ടുപോവാണ്. അതാണ് ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്. പിന്നെ അജു വർഗീസ് നിവിൻ പോളി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് മുതൽ അവരെ ചില എക്സ്പ്രഷനുകളിൽ അല്ലെങ്കിൽ ചില പെരുമാറ്റങ്ങളിൽ ഉണ്ടാകുന്ന മൈന്യൂട്ട് സാധനങ്ങളിൽ വരെ നമുക്ക് ചിരി പടർത്താൻ ഉള്ള എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇതിൽ അജു വർഗീസിനൊക്കെ ഒരു സ്കോർ കൊടുത്തിട്ടുണ്ട്. അതായത് അജു വർഗീസിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ വരുന്ന സമയത്തുണ്ടാക്കുന്ന ഒരു സ്കോറാണ്. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ ആ സ്കോർ പോകുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. മ്യൂസിക് വാസ് ഗുഡ് ആക്ച്വലി. നല്ല പാട്ടുകളും നല്ല രീതിയിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബ്ലെൻഡ് ചെയ്ത് നല്ലോണം പോയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ആളെന്ന് പറഞ്ഞാൽ റിയ ഷിബു. അടിപൊളി പെർഫോമൻസ് എന്ന് വെച്ചാൽ ഒരു പൂക്കി ക്യാരക്ടർ അടിപൊളിയായിട്ട് പുള്ളിക്കാരി ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഔട്ട് ആൻഡ് ഔട്ട് സിനിമയിൽ നല്ല ക്യൂട്ടാണ് കാണാൻ. നല്ലൊരു എന്താ പറയുക, നല്ല ഒരു ക്യാരക്ടർ. അതായത് ഈ അഖിൽ സത്യൻ സിനിമകളിലും അല്ലെങ്കിൽ സത്യനന്ദിക്കാട് സിനിമകളിലൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർ, ചില ആർട്ടിസ്റ്റുകളെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് എനിക്ക് തോന്നുന്നു അതായിരിക്കും, എഴുത്തിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. പക്ഷേ ആ കുട്ടി നല്ല
അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ക്യാരക്ടർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ത്രൂ ഔട്ട് നല്ലൊരു റോളാണ് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവസാനം വരുന്ന നായിക ആയിക്കോട്ടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, പേര് അറിയില്ല, നല്ലോണം ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും ആരും മോശം പറയാനൊന്നുമില്ല, നല്ലോണം. എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് അങ്ങനെ തോന്നിയില്ല. പിന്നെ ഇതൊരു പ്രെഡിക്റ്റബിൾ പടമാണ്. ആസ് ഐ സെഡ്, ഒരു ഹൊറർ കോമഡി ഫീൽ ഗുഡ് മൂവി ആയതുകൊണ്ട് തന്നെ പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് പോവുക, നമുക്ക് ഈസായിട്ട് റിലാക്സ് ചെയ്ത് ഭയങ്കര സമാധാനപരമായിട്ടിരുന്ന് കാണാൻ പറ്റും. നമ്മുടെ മുഖത്തൊരു ചിരി പടർത്തി അങ്ങനത്തെ ഒരു സിനിമയാണ്. പിന്നെ ഇതിൽ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൊറർ എലമെൻറ്റ്സ്, അത് ആർക്കും പേടി ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ഹൊറർ എലമെൻ്റ് അല്ല. അതിലൊരു കോമഡി മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ, അതായത് പ്രേതങ്ങൾ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്നുള്ളൊരു ടിപ്പിക്കൽ ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. ഇറ്റ് വാസ് എ ഗുഡ് മൂവ്. നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്തു. പിന്നെ നിവിൻ്റെ കുറേ മാനറിസംസ്, ചിരി, കോമഡീസ്, നിവിൻ്റെ ഡയലോഗ്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നിവിൻ പോളിക്ക് ഒരു നല്ല അടിപൊളി ഉഗ്രം കംബാക്കാണ്. ഈ സിനിമ എന്തായാലും 50 കോടിക്ക് മേളിൽ കളക്ഷൻ ഉറപ്പാണ്, അതിലൊരു സംശയവുമില്ല. ക്രിസ്മസിന് ഫാമിലിക്ക് നല്ല ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റിയ സിനിമയാണ്. വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. യാതൊരുവിധ നെഗറ്റീവ്സും പറയാൻ തോന്നുന്നില്ല. ആൻഡ് സർവം സ്നേഹമയമാണ് ഈ സിനിമ, സർവം നന്മമയമാണ് ഈ സിനിമ. മധു വാര്യർ ചെയ്ത ക്യാരക്ടർ, അതായത് നിവിൻ പോളിൻ്റെ ചേട്ടനായിട്ടുള്ള ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ചേട്ടനൊക്കെ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ സിബ്ലിങ്സൊക്കെ എങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ നല്ലോണം ചെയ്തിട്ടുണ്ട്. ടിപ്പിക്കൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ ബേസ് ചെയ്തിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളും അങ്ങനെ, പിന്നെ സ്വന്തം ആഗ്രഹങ്ങൾ ചേസ് ചെയ്യാൻ പോകുന്ന ഒരു മകൻ, പിന്നെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഇടയിലുള്ള ഏത്തിസം, അതൊക്കെ നല്ല രീതിയിൽ യാതൊരുവിധ വിമർശനാതീതമായിട്ടല്ലാത്ത രീതിയിൽ കാണിച്ചുകൊണ്ട് ലൈറ്റായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. ആൻഡ് എനിക്ക് കുറച്ച് സീനുകളിൽ പേഴ്സണലി ഇമോഷണലി എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന പോലെ അങ്ങനെ കുറച്ച് ഇമോഷണൽ കൺവേയിങ് ആ സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം എന്നെ നല്ല രീതിയിൽ ആ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തു. എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പാച്ചുവും അത്ഭുത വിളക്കും അല്ലെങ്കിൽ ഞാൻ പ്രകാശൻ, ഇങ്ങനത്തെയൊക്കെ പടങ്ങൾ ഇറങ്ങിയിരുന്നല്ലോ ഇവരുടെയൊക്കെ തന്നെ. അതൊക്കെ നല്ല അടിപൊളിയായിട്ട്, സത്യൻ അന്തിക്കാടിൻ്റെ പടങ്ങൾ ഓഫ് കോഴ്സ് അതേ ട്രാക്ക് മകനും കൊണ്ടുപോകുന്നു എന്നുള്ളത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ലാസ്റ്റ് ഹൃദയപൂർവ്വം ഒക്കെ ഭയങ്കര നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടുന്ന പടമാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയ നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലിയിലുള്ള എല്ലാവരെയും, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവരെയും കൂട്ടി പോയി കഴിഞ്ഞാൽ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. സർവമായ അടിപൊളി സിനിമ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൃഷഭയുടെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം.